എന്താ എന്തു പറ്റി? അവര് വരുന്നുണ്ടോ? കേസ് നടന്നത് ഞാനില്ല. എനിക്കിനി വീട്ടിൽ തീരെ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാ. ഞാൻ എന്താഗ്രഹിച്ചാലും അവസാനം ആരെങ്കിലും വന്ന് തട്ടിപ്പറിച്ചുണ്ടോ? ആരും തട്ടിക്കൊണ്ടുപോകാനൊന്നും വരുന്നില്ല. ഈ പറഞ്ഞ് നിന്നെ ചേച്ചി കൊണ്ടുപോവില്ലേ? ഞാനതൊക്കെ എപ്പോഴേ വിട്ടതാ. എന്തിനാ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? വാ, മതി കരഞ്ഞത്. നമുക്കൊന്ന് മുഖം കഴുകിയിട്ട് വരാം. വാ. ഒന്ന് മുഖം കഴുകിക്കോ. ഒരു സെക്കൻഡ്. സെലീന മാഡം കുറച്ചുകൂടെ ധൈര്യശാലിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ബെല്ലൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. എനിക്ക് എന്ത് സമാധാനം അറിയോ? അങ്ങനെ പറഞ്ഞ അങ്ങനെ നീ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയില്ലേ? പിന്നെ അപ്പൊ ഇനി അടുത്ത പരിപാടി പറഞ്ഞു. എന്നാ പോണ്ടേന്ന് പറഞ്ഞു. ഇന്ന് വേണം ഇന്ന് പോവാ. ആ എന്നാ പിന്നെ ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് കണ്ടാലോ? എടാ, കുറച്ച് പിടിയും താറാവേറി എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് ബംഗ്ലാവിൽ കൊണ്ട് കൊടുത്തേ. അവിടെ അതൊക്കെ ഉണ്ടെന്നേ. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നൊന്നുമില്ല. എൻ്റെ പൊന്നേടാ, അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി എടുത്ത് വെച്ചേക്കുന്നതാ. ഇത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ കിടന്ന് ബഹളമായിരിക്കും. കൊണ്ട് കൊടുത്തേ. ആ അവിടെ വെച്ചേക്ക് കൊണ്ട് കൊടുക്കാം. കൊടുക്കണേടാ. കൊടുക്കാവുന്ന കറങ്ങി തിരിഞ്ഞ് നടക്കരുത്. കുറച്ച് പിടിയും താറാവ്. ഇന്ന് ചേട്ടൻ്റെ വീടിൻ്റെ കട്ടിലോപ്പായിരുന്നു. ഒന്ന് അച്ഛന് കൊടുത്തേക്ക്. എങ്കിൽ ബെല്ലിനെ കൊണ്ട് കൊടുക്ക്. അയ്യോ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. എന്ത്? ആ ജോബിഷിൻ്റെ കട വരെ ഒന്ന് പോകണം. പുതിയ വല്ല കേസ് കേട്ട് വേണം? ഹേ, പഴയ കേസ് തന്നെ ഒന്ന് ക്ലിയർ ചെയ്യാൻ. എന്തായാലും ബെല്ല് എന്നെ കൊടുത്താൽ മതി. ശരി. സംഭവം ഒറിജിനൽ ഗൾഫ് സ്വർണ്ണമാണ്. അത് മനസ്സിലായി. എല്ലാ ടാക്സും കെട്ടി പേപ്പറും ശരിയാക്കിയതുകൊണ്ടേ ഞങ്ങൾക്ക് ഇത് വലിയ നഷ്ടക്കച്ചേരിയാ. നിങ്ങൾ ന്യായമായിട്ടുള്ള ഒരു വില പറഞ്ഞു. ഞങ്ങൾക്കിത് വീട്ടിൽ കൊണ്ട് വെക്കാനുള്ളതൊന്നും അല്ലല്ലോ, കച്ചവടം നടത്താനുള്ളതല്ലേ. അല്ല, ആഭരണമാക്കി വേണേ അങ്ങനെ തരാം. അത് വേണ്ട, പണിക്കാരൊക്കെ ഞങ്ങളേലുണ്ട്. നീ ആ ഫോൺ അങ്ങ് എടുക്ക്. ഞാൻ ഒരു മിനിറ്റ് ഇപ്പോൾ വരും. ആ ഹലോ. എപ്പോ തൊട്ട്? നീ ഒരു കാര്യം ചെയ്യാ, നെഞ്ചത്തൊന്നും ചെറുതായിട്ട് ഇടിച്ചു കൊടുക്കും. ശ്വാസം കൊടുക്കാൻ അറിയോ? ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഞാൻ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അങ്ങോട്ട്. ശരി എന്നാ വന്നിട്ട് നോക്കാം. ജോബിഷേ, എടാ അച്ഛൻ എന്തോ ബുദ്ധിമുട്ടെന്ന്. ഞാനൊന്നും അങ്ങോട്ട് പോവാം. ഇവിടെ ഏകദേശം സെറ്റാ. നീ അങ്ങ് പോ. ശരി. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഡീലിംഗ് ക്യാഷ് വെച്ചു.
ഇത് എത്ര നേരമായി കിടപ്പ്? കുറച്ചു നേരമായി. അച്ഛാ അച്ഛായോ അച്ഛാ അച്ഛാ നമുക്ക് വേണ്ടി ഞാനത് ചെയ്തു. ബെല്ല് ചെയ്യില്ല എന്ന് പറഞ്ഞത്. പേടിക്കരുത്. പേടിച്ചാൽ നമ്മൾ രണ്ടുപേരും പെടും. ഇനി അങ്ങോട്ട് ഞാൻ കരയുള്ളൂ. ബെല്ല് വേണം എല്ലാം ഓടി നടന്ന് നോക്കാൻ. അച്ഛൻ മരിച്ചു. അയ്യോ, എപ്പം? കുറച്ചു മുമ്പ്. സെലീന ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ എത്തിക്കോളാം.